ഹായ്. ഇനി ഞങ്ങൾ നേരത്തെ എണീറ്റ്, അതുകൊണ്ട് തന്നെ പുറത്ത് ഭയങ്കര വെയിൽ. ഇനി ശരി, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാന്നൊക്കെ വിചാരിച്ച് ഒരു റൗണ്ടൊക്കെ നടന്നു. തക്കു തക്കു ആ, അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ചുമ്മാ അങ്ങ് നടക്കല്ലേ, ഈ റൗണ്ട് നടന്ന് എന്നാ പിന്നെ ഇച്ചിരി വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ച്. ഹായ് പറഞ്ഞാട്ടെ. ഹായ് കണ്ടോ? ഹായ് ഞങ്ങൾ വളരെ വളരെ വൃത്തിയായി പറയും. അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തക്കു. ബോഡി പാർട്സിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, അതെല്ലാം കംപ്ലീറ്റ് ആയി. പക്ഷെ ഞങ്ങളിങ്ങനെ വേർഡ്സ് ഒന്നും ഇങ്ങനെ കമ്പൈൻ ചെയ്ത്, അതായത് ചേർത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞോളൂ എന്ന് വിചാരിക്കണു. പക്ഷേ ഈ ഓൺലൈനിൽ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഭയങ്കര പേടിയാവും. ഇങ്ങനെ സ്പീച്ച് ഡിലേ അതാണ് ഇതാണ് ഉള്ളത് തന്നെയായിരിക്കും. ഞങ്ങളിങ്ങനെ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ജയനും അവരും വിനീതയും ദേശമൊക്കെ വരുമ്പോഴല്ലേ ഒത്തിരി പേരെ കാണുന്നൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു എല്ലാ സമയത്തും കുഞ്ഞ് ജനിച്ചപ്പോഴും അവളുടെ അതായത് ഓരോരോ സമയത്തും ഓരോ ടെൻഷനായിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ വെയിറ്റ് തന്നെയാണ്. അയ്യോ വെയിറ്റ് ഗെയിനില്ലല്ലോ, വെയിറ്റ് ഇല്ലല്ലോ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കുറേ ഒന്നും ടെൻഷനാവുന്നില്ല. ഇപ്പോൾ മൈൽ സ്റ്റോണൊക്കെ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ട് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ വാക്കുകൾ, അപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇത്ര വാക്ക് പറയണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഹായ് തക്കു, നമ്മൾ എവിടെ എത്തി കണ്ടോ? ഇവിടെ നമുക്ക് കുഞ്ഞു സ്പേസാ, എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡോറടച്ചില്ല. തക്കുവിനെ കൊണ്ട് ഞാനിവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ തക്കു ഈ വീഴുന്നത് എപ്പോഴും വീഴും. അതുകൊണ്ട് തന്നെ ഇതിൽ തലയൊക്കെ ഇടിച്ച് വീണാലോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ നിർത്തി. അമ്മേ കണ്ടോ തക്കു? അയ്യോ തക്കുനെ കാണാല്ലേ. അപ്പം നമുക്ക് നോക്കാം കുറച്ച് നേരം. തെറ്റാ സ്റ്റാർട്ടാവാത്തത്. വാവ്, തക്കു പുറകിലുണ്ട്. പക്ഷേ തക്കു ഓടി നടന്ന് അവിടെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതാണ് പേടി. കാരണം എപ്പോഴും ഒരാൾ കെയർ ചെയ്യേണ്ട ഒരു സമയമല്ലേ. അപ്പം ശരി, കാണാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളങ്ങ് പോവാം. തക്കു വച്ചേക്കാം, വീഴല്ലേ. അതിവിടെ വെക്കൂ തക്കു. അതിങ്ങതാ കണ്ടോ, എന്തോ ഒരു സാധനം. ഇത് എടുത്തിട്ട് പോവായിരുന്നു. തക്കു മേലെ പോണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം അത്രയും ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകണോ അതോ വൈകിട്ട് പോയാൽ മതിയോ, ഇപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് എടുത്താൽ മതിയോ എന്നൊക്കെ ഉണ്ട് മനസ്സിൽ. എന്നാലും ജസ്റ്റ് ഓടിപ്പോയിട്ട് തിരിച്ച് വരാം ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് കേട്ടോ ഇവിടെ എത്തുന്നത്. തക്കു ഇതൊക്കെ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇമ്മാതിരി വെയിൽ കൊള്ളുന്നത്. എനിക്ക് സത്യത്തിൽ ഇതൊന്നും കാണുന്നില്ല.
പൂളിൽ ഇറങ്ങണമായിരിക്കും തക്കുനെ. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ ഒരു വൈകുന്നേരം വന്ന സമയത്ത് തക്കൂന് ഇതിൽ ഇറങ്ങണോ എന്ന് പറഞ്ഞത്. പക്ഷെ അത്ര നീറ്റല്ല. പക്ഷേ ഈ പ്രാവൊക്കെ വന്ന് അങ്ങ് അപ്പിയിട്ട് വെക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ആകെ വൃത്തികേടായി കിടക്കും. ആ സൈഡിൽ വരുമ്പോഴേ ആഴമുള്ളൂ. ഇല്ലേ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങാം. ഒരാളിങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പൂളോടി ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി. പക്ഷെ ഇപ്പം നീറ്റാണ്. വൈകിട്ടൊക്കെ വരുമ്പോൾ കുറച്ചധികം വൃത്തികേടായി കിടക്കും. നമുക്ക് ഈ ചേറി കയറി പുറത്ത് കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഈ പ്രാവൊക്കെ വന്നിരിക്കാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ ആണിയൊക്കെ അഴിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, എപ്പോഴും പ്രാവൊക്കെ വരും. കണ്ടോ? ബുർജുമാന്റെ കുഞ്ഞൊരു പോർഷൻ കാണാം. പിരമിഡ് ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ സൈഡിലെ വഴിയുണ്ട്. ടപ്പൊരു വെയിലാണ്. കണ്ടോ? ട്രെയിൻ കണ്ടോ? അങ്ങറ്റം നോക്കുമ്പോൾ ബുർജ് ഖലീഫയൊക്കെ കാണാം. പക്ഷെ വീഡിയോയിൽ കാണാനുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ പ്രാവ്, ഈ പ്രാവെല്ലാം ഇങ്ങോട്ട് വരാനുള്ളതാ. ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ? ഇത് കണ്ടോ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? എന്തായാലും തിരിച്ചു പോകും. അപ്പോൾ അതുപോലെ തക്കു ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. കണ്ടോ? ടു അല്ല 3. കുറച്ച് നേരം പുറത്തുണ്ടായിരുന്നുള്ളൂ. കാര്യം ഭയങ്കര ചൂടാണ്. അങ്ങനെ തക്കൂനെയും കൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ വല്ല സൺബേണൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് തക്കൂനെയും കൊണ്ട് പോയതല്ലേ. അവളും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിൽ കയറി ഭയങ്കര ദാഹവും പുകച്ചിലൊക്കെ. ഞാൻ വേഗം ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. തക്കൂന് ഇച്ചിരി വെള്ളം കൊടുത്തു. പിന്നെയാണ് എല്ലാ പണിയൊക്കെ ചെയ്യുന്നത്. കാരണം അവളെ ഫ്രഷാക്കി. പിന്നെ ഇച്ചിരി മീനുണ്ടായിരുന്നു, അവൾക്ക് വേണ്ടി മേടിച്ചതാണ് ഈ ആവോലിയൊക്കെ. അപ്പോൾ അതും ഒന്ന് അവളുടെ രീതിയിലൊക്കെ സെറ്റാക്കി കൊടുത്ത് കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ഇതൊന്നും അവളങ്ങനെ കഴിക്കുകയൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇച്ചിരി കിഴങ്ങൊക്കെ അവൾ വായിൽ അറിയാതെ വെട്ടുപോയാൽ തന്നെ അങ്ങ് തുപ്പും. എന്നാലും ഇച്ചിരി അവിടെയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങാനുള്ളിൽ പോയാലോ എന്നുള്ളൊരു സമാധാനത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. എല്ലാം സെറ്റാക്കി അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കൊടുത്താൽ ഒരു മണിക്കൂർ എന്തായാലും അതിന് വേണ്ടി തന്നെ പോവും. മീനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിലും തക്കുന് തൈരോടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ശീലമായി. പക്ഷെ ഇപ്പോൾ അവൾക്ക് ജലദോഷമുണ്ട്. അപ്പോൾ തൈര് കൊടുക്കണോ? പക്ഷെ അവൾ കഴിക്കുന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ചോറിനിട്ട് ഇതിന് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കേട്ടോ, ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. ടാറ്റാ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ഓക്കെ ടാറ്റ പറഞ്ഞേ. ബൈ.